എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടില്ല. ഈ നാക്കും വാക്കും എന്ന പ്രഭാഷണവും എനിക്ക് ഒരു ദിവസം ചില കാരണങ്ങളാൽ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇന്നലെ ഞാനത് ചെയ്യേണ്ട തീരുമാനിച്ചു. ഇന്നലത്തേത് എൻ്റെ ഇന്നത്തെ പ്രഭാഷണത്തിന് വേണ്ട ഒരു പ്രിപ്പറേഷൻ കൂടിയായിരുന്നു. എന്താണെന്നറിയാമോ? ഈ പ്രഭാഷണം ആരംഭിച്ചപ്പോൾ 110ഓളം എപ്പിസോഡ്സ് ആകുകയാണ്. ഇത് ഞാൻ ചെയ്യുന്നത് ധാരാളം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ്. ഇത് കേൾക്കുന്നത് മൂലം അനേകരുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും, അതുകൂടാതെ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കുറവുകളുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിക്കണം, നിങ്ങൾക്കും കണ്ടുപിടിച്ച് പരിഹരിക്കാൻ കഴിയണം. അങ്ങനെയാണല്ലോ ഈ ലോകം മുന്നോട്ട് പോകേണ്ടത്. അധ്യാപകൻ കുട്ടികൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പഠിപ്പിക്കണ്ടേ? നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി ആവരുത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ 2 ദിവസമായിട്ടും ഈ പ്രഭാഷണം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ആരും സാറേ എന്താണിത് പോസ്റ്റ് ചെയ്യാഞ്ഞത്, കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാൻ മിനക്കെട്ടില്ല. അങ്ങനെ അപൂർവമായിട്ട് ചോദിക്കുന്നവരുണ്ട്. അവരെ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയും നമ്മൾ എത്രത്തോളം വില നമുക്ക് ലഭിക്കുന്നതിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചോദിച്ചിട്ടല്ല ഞാനിത് തരുന്നത്, എങ്കിലും ഇതിന് അതിൻ്റെതായിട്ടുള്ളൊരു വിലയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെയാണ്. അതൊരു വ്യക്തിയിലൂടെയാവാം, ഒരു ദർശനത്തിലൂടെയാകാം, ഒരു സാഹചര്യത്തിലൂടെയാകാം. എങ്ങനെയും ദൈവത്തിന് നമ്മോട് സംസാരിക്കാം. ഒരുപക്ഷെ എളിയവനായ എന്നെ ഒരു മാധ്യമമായിട്ട് ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ബന്ധങ്ങൾ സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിയണം. നമ്മോട് സ്നേഹമുള്ള ആരും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മെ സ്നേഹിക്കാത്തവരെയും നമ്മുടെ കരവലയത്തിൽ, നമ്മുടെ സ്നേഹബന്ധത്തിലേക്ക് ആക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മുടെ വാക്കുകൾ അതുകൊണ്ട് എപ്പോഴും തുടർമാനമായിരിക്കണം. അന്വേഷിക്കുന്നതും മറ്റുള്ളവരുടെ കാര്യവിവരങ്ങൾ അറിയുന്നതും നമുക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. അതെപ്പോഴും സംഭവിക്കണം. നമുക്കെപ്പോഴും സ്നേഹമുള്ളവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും നിശബ്ദമായിരുന്നാലും, അവർക്കൊരു പ്രശ്നമുണ്ടായാലും നമ്മളെപ്പോഴും ചോദിക്കുകയും ഓടിച്ചെല്ലുവാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വലിയ വിലയുണ്ട്. നമ്മുടെ സ്നേഹം പ്രകടമാക്കുവാൻ നാം ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ് നമ്മുടെ വാക്കുകൾ. അത് സ്നേഹത്തിൻ്റെ മധുരം പുരട്ടിയതാകുമ്പോൾ അതിന് പ്രത്യേക രുചിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, മറ്റുള്ളവർക്കെല്ലാം ഇത് നൽകുമ്പോൾ, തിരികെ നൽകുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സായുജ്യം അത്ഭുതകരമാണ്. അതൊരു ഔഷധത്തിൻ്റെ വീര്യമുണ്ടതിന്. നമുക്കത് തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കാം. God bless you all.